ഹലോ എവരി വൺ. ഇഗ്നോയുടെ ബേസിക് ഇൻഫർമേഷൻ ഉള്ള ഈ വീഡിയോസിൽ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഇഗ്നോയുടെ ബേസിക് കാര്യങ്ങൾ, അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്താണ്, യൂണിവേഴ്സിറ്റി എവിടെയൊക്കെയുള്ളതുള്ള, അതായത് സ്റ്റഡി സെൻറ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ അഡ്മിഷന്, അതുപോലെ എന്തൊക്കെ കോഴ്സസാണ് ഇഗ്നോൻ്റെ അണ്ടറിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസൈൻമെൻറ്റ്സ്, എക്സാംസ്, അതുപോലെ സ്റ്റഡി സെൻറ്റേഴ്സ്. അപ്പോൾ ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് അസൈൻമെൻറ്റ്സ്? എല്ലാ സെമസ്റ്ററിലും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡിസംബറിൽ എക്സാം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു പേപ്പറിൽ നമുക്ക് ഡിസംബറിലാണ് എക്സാം എന്ന് വിചാരിക്കാം. അപ്പോൾ ഒക്ടോബർ 31 ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ആ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ അസൈൻമെൻറ്റ് ഒക്കെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടത് എക്സാമിൻ്റെ, അതായത് സ്റ്റഡി സെൻറ്റേഴ്സിലാണ്. സ്റ്റഡി സെൻറ്റേഴ്സിനെ കുറിച്ച്, അതുപോലെ എക്സാം അസൈൻമെൻറ്റിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ ബ്രീഫായിട്ട് കൊടുക്കുന്നത് വേറെ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എല്ലാ തിയറി പേപ്പേഴ്സിനും എന്ത് വേണം? അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടാവും. ഇഗ്നോയുടെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഡേറ്റ് കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും, നമുക്ക് ഈ അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഇഗ്നോ ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞ ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന പോർഷനാണ് എക്സാംസ്. അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കുറേ എക്സാംസ് വരുന്നുണ്ട്. അത് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യുന്നത്, അതായത് സ്റ്റഡി സെൻറ്റേഴ്സ് എങ്ങനെയാണ് വരുന്നത്, അത് നമുക്ക് ഏതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പോർഷനിൽ വരുന്നത്. അഡ്മിഷന് കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ എക്സാമിൻ്റെ കാര്യത്തിലും 2 സൈക്കിളായിട്ടാണ് വരുന്നത്. ഒന്ന് ഡിസംബറിൽ വരുന്ന എക്സാം, അതുപോലെ ജൂണിൽ വരുന്നത്. ഇപ്പോൾ ഇയർലി കോഴ്സ് ആണെങ്കിൽ അത് എപ്പോഴും ജനുവരിയിൽ അഡ്മിഷൻ എടുത്താൽ ഡിസംബറിൽ എക്സാം നടക്കും. ഇനി സെമസ്റ്റർ വൈസ് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എക്സാം എപ്പോഴും ജൂണിലാവും എക്സാം നടക്കുക. ഓക്കെ, അപ്പോൾ എത്രയൊക്കെ പഠിച്ചാലും ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കൈ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സാം എഴുതുക തന്നെ വേണം, അല്ലേ? അതിപ്പോൾ നമ്മൾ എവിടെയായാലും, ലോകത്തിൻ്റെ ഏത് കോണിലായാലും നമുക്ക് ഈ എക്സാം എഴുതി തന്നെ വേണം, അല്ലേ? അതിലൊരു എക്സ്ക്യൂസും ഇല്ല. അപ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ ഇഗ്നോ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറുണ്ട്. അതായത് എക്സാം സെൻറ്ററിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലൈഫിൽ ഓരോ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന വ്യക്തികളാണ്, അല്ലേ? നമ്മളിപ്പോൾ കോഴിക്കോടാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ്, അല്ലെങ്കിൽ കൊച്ചിയിലാണ് ഉള്ളത്. പക്ഷേ നമ്മൾ എക്സാം സെൻറ്റർ ചൂസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഡൽഹിയിലോ, അല്ലെങ്കിൽ ഹൈദരാബാദിലോ, അല്ലെങ്കിൽ പഞ്ചാബിലോ, അങ്ങനെ ഏതെങ്കിലും സെൻറ്റേഴ്സിലാണ് നമ്മൾ എക്സാം സെൻറ്റേഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ കോഴിക്കോടിൽ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാം. അതായത് നമ്മൾ സ്റ്റഡി സെൻറ്ററായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഡൽഹി അല്ലെങ്കിൽ പഞ്ചാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് എക്സാം സെൻറ്റർ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതന്നെ ആവണമെന്നില്ല. അതായത് ഇനി വരുന്ന എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണുള്ളത് അവിടെ അടുത്തുള്ള ഒരു എക്സാം സെൻറ്റർ നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഇഗ്നോൻ്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും വലിയ ഒരു പെക്യൂലിയാരിറ്റി. പക്ഷേ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയാണോ? അല്ലല്ലോ, അല്ല. എല്ലാ യൂണിവേഴ്സിറ്റിയിലും എങ്ങനെയാണ്? നമ്മൾ ഒരു സ്റ്റഡി സെൻറ്റർ അല്ലെങ്കിൽ ഒരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മൾ ആ സ്റ്റഡി സെൻറ്ററിൽ തന്നെ വന്നുകൊണ്ട് എക്സാം എഴുതിയിടും. പക്ഷേ ഇഗ്നോൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമുക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എന്ന് വിചാരിക്കും, അപ്പോൾ നെക്സ്റ്റ് ടൈം നമുക്കത് തിരിച്ചു പിടിക്കാം. ഫീ റീപേ ചെയ്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ടൈമിൽ അത് നമ്മൾ തിരിച്ചു പിടിക്കാം. അത്രയേ ഉള്ളൂ. ഇപ്പോൾ എന്ത് പരീക്ഷയാണെങ്കിലും ഇപ്പോൾ പഠിക്കാതെ ഒരു മാർക്കും കിട്ടില്ലല്ലോ, അല്ലേ? വെറുതെ പോയി എഴുതിയാലും ആർക്കും ഒന്നും കിട്ടില്ല. പഠിച്ച് തന്നെ പോയി എഴുതിയാലേ എക്സാം പാസ്സാവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇഗ്നോ എക്സാംസും വരുന്നത്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി പോലെ തന്നെയാണ് ആ കാര്യത്തിലും. വെറുതെ പോയി എഴുതിയാലും ഒന്നും കിട്ടില്ല. അപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ എഴുതിയാൽ പാസ്സാവാൻ പറ്റും. അത്രയേ ഉള്ളൂ എക്സാംസിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഈ എക്സാം എന്നുള്ള ടോപ്പിക് അത്രേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റഡി സെൻറ്റർ. ഇഗ്നോ വർക്ക് ചെയ്യുന്നത് റീജിയണൽ സെൻറ്റേഴ്സിനോട് കൂടെ കോർഡിനേറ്റ് ചെയ്താണ്. അത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞല്ലോ. അപ്പോൾ ഓൾ അറൗണ്ട് ഇന്ത്യ ഏകദേശം 67 റീജിയണൽ സെൻറ്റേഴ്സ് കാണുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ 3 റീജിയണൽ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. ഒന്ന് വടകര, കൊച്ചി, അതുപോലെ തിരുവനന്തപുരം. ഇപ്പോൾ വടകര റീജിയണൽ സെൻറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അണ്ടറിൽ 10 സ്റ്റഡി സെൻറ്റർ പേർ കാണുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി റീജിയണൽ സെൻറ്റർ എടുക്കുകയാണെങ്കിൽ അതിലും അണ്ടറിലും ഉണ്ട് 10 to 12 സ്റ്റഡി സെൻറ്റേഴ്സ്. അതുപോലെ തിരുവനന്തപുരം കേസ് എടുക്കുകയാണെങ്കിലും അതിലും ഉണ്ട് മോർ ദാൻ 10 സ്റ്റഡി സെൻറ്റേഴ്സും. ഇതൊക്കെ ഓരോ പ്രധാനപ്പെട്ട ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജ് അല്ലെങ്കിൽ സ്റ്റഡി ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ഈ സ്റ്റഡി സെൻറ്റർ എക്സാം നടക്കുന്നത്. അപ്പോൾ ഈ കോളേജുമായി ചേർന്നിട്ടാണ് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത്? എൻറോൾമെൻറ്റ് നടത്തുന്നതും അതുപോലെ എൻറോൾ ചെയ്ത സ്റ്റുഡൻസിന് സപ്പോർട്ട് കിട്ടുന്നതൊക്കെ ഈ കോളേജിൽ നിന്നാണ്. ഇഗ്നോയിൽ പഠിക്കുന്ന ഏതൊരു സ്റ്റുഡൻറ്റും എപ്പോഴും ഫസ്റ്റ് കോൺടാക്ട് ചെയ്യുന്നത് സ്റ്റഡി സെൻറ്ററിനെ ആകും.
ഇപ്പോൾ സ്റ്റഡി സെൻറ്റേഴ്സിന് കുറേ എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സ്റ്റഡി സെൻറ്റേഴ്സ് ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും കുറേ സ്റ്റഡി സെൻറ്റേഴ്സ് കാണുന്നുണ്ട്. അതുപോലെ തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ കേരള വർമ്മ കോളേജ്, അങ്ങനെ കുറേ തിരുവനന്തപുരം റീജിയണൽ സെൻറ്റർ എടുക്കുകയാണ്, അതിന് അണ്ടറിലും കുറേ സ്റ്റഡി സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഏകദേശമൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ ആവശ്യമുള്ള സമയത്ത് ക്വയറീസ് എല്ലാം ഈ സ്റ്റഡി സെൻറ്റേഴ്സാണ് സ്റ്റുഡൻസിന് നൽകുന്നത്. ഇഗ്നോ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള മെറ്റീരിയൽസ് മെയിലായിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഒക്കെ ഷെയർ ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റഡി സെൻറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ പാർട്ടിലുള്ളത്, അതായത് പാർട്ട് 2. ഇനി നെക്സ്റ്റ് അതിൻ്റെ തുടർച്ചയായിട്ടുള്ളത് നെക്സ്റ്റ് പാർട്ട് 3 നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ. താങ്ക് യു.